സോനയൊക്കെ ആദ്യമായി ചെയ്തിട്ടുണ്ടെങ്കിലും റഫ്താരയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. റഫ്താര എന്ന് പറയുന്ന പാട്ട് ഒരുപക്ഷെ ഏറ്റവും നല്ല അടിപൊളി പാട്ടുകളിൽ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞാൽ റഫ്താര എടുക്കും. പക്ഷേ മോഹമുന്തിരി വാറ്റിയ രാവെന്ന് പറയുന്ന ഗോപി സുന്ദറിൻ്റെ പാട്ടിൻ്റെ അടിയിൽ യൂട്യൂബിൽ കമൻസ് കാണും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ റഫ്താരയും പോയി കാണാൻ തോന്നും. എന്ന് വെച്ചാൽ അത്രയും എനർജി ഉള്ള പവർഫുൾ പാട്ടുകളായിട്ടാണ് കാണുന്നത്. റഫ്താരയുടെ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ റഫ്താര ഇങ്ങനെ തന്നെ പിച്ച് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു അത് ചെയ്യുന്ന സമയത്ത്? റഫ്താര ഐറ്റം സോങ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ മോഹമുന്തിരിയിൽ സണ്ണി ലിയോണാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു സണ്ണി ലിയോണും കൂടെ ഉള്ളൊരു പാട്ട് എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് മോഹമുന്തിരി ഉഗ്രം പാട്ടാണ്. പക്ഷെ അതിൽ സണ്ണി ലിയോൺ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ആയിരിക്കും ഇനി കൂടുതൽ പബ്ലിക് വരുന്നത്. പക്ഷേ ഇപ്പുറത്ത് പൃഥ്വിരാജ് ഉണ്ടല്ലോ, അപ്പൊ അത് ആ ഒരു ധൈര്യത്തിൽ ബാലൻസ് ചെയ്ത് കംപ്ലീറ്റ് അതിനെ ശരിക്കും ആ പാട്ടിനെ കമേഴ്ഷ്യലി മാസ് തിയേറ്ററിൽ ഒരു സെലിബ്രേഷൻ ആക്കുന്ന രീതിയിൽ ചെയ്ത് കിട്ടിയതാണ്. പിന്നെ റഫ്താരയുടെ കഥ പറയുകയാണെങ്കിലും ആക്ച്വലി നമ്മൾ ജ്യോത്സ്ന അല്ല പാടാൻ നിന്നത്. ജ്യോത്സ്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സോനു കക്കാർ എന്ന് പറയുന്ന സിംഗർ, ബോംബെയിലുള്ള സിംഗറിന് വേണ്ടി ട്രാക്ക് പാടിയതാണ്. അപ്പോൾ അവരെ പോയി കേൾപ്പിക്കുമ്പം ഹിന്ദി നന്നായിട്ട് ഉച്ചരിക്കുന്ന ഒരു മലയാളി സിംഗർ പാടിയാലേ അവർക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ അവർ കളിയാക്കുന്ന രീതിയിൽ നോക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ മുമ്പിൽ നമുക്ക് നല്ല അഭിമാനത്തോടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സിംഗർ പാടിയ ട്രാക്കാണെന്ന് ഇടാൻ വേണ്ടി ജ്യോത്സ്ന പാടിയതാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ചു വെച്ചാൽ അവിടെ ചെന്ന് അവർ പാടിക്കഴിഞ്ഞപ്പം ജ്യോത്സ്ന പാടിയതല്ലേ കുറച്ചും കൂടി നല്ലത് നമുക്ക് തോന്നി. കാരണം അവർ മോശമായിട്ടല്ല, അവരുടെ സ്റ്റൈൽ വന്നു കഴിഞ്ഞപ്പം ഈ പാട്ടിൻ്റെ ഒരു കൾച്ചർ മാറിപ്പോയി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പൃഥ്വി പറഞ്ഞു, നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്ന ഇതാണ്, മാത്രമല്ല ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്ന വിഷ്വൽസ് കംപ്ലീറ്റ് ഈ സിംഗിങ് സ്റ്റൈലിന്. എൻ്റെ ആ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ആ ഒരു മോഡൽ ആ പാട്ടിൽ വരുമ്പം ഈ സിംഗിങ്ങും ആ മോഡലും വന്നു കഴിഞ്ഞാൽ ഈക്വൽ ടു സൂപ്പർ ഹിറ്റ്. പക്ഷെ സോനു കക്കാറിൻ്റെ സിംഗിങ്ങും ഈ മോഡലും വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ്, ചിലപ്പോൾ ക്ലിക്കായി. അപ്പോൾ അതുകൊണ്ട് വി ഗോ ബൈ ദിസ് കോമ്പിനേഷൻ. അത് എപ്പോഴും കണക്കുകൂട്ടലിൻ്റെ കാര്യത്തിൽ രാജാവാണല്ലോ. അപ്പോൾ ഞാൻ ആ പറഞ്ഞൊരു വിശ്വാസത്തിലിരുന്നു, അത് റിസൾട്ടായിട്ട് വരികയും ചെയ്തു. ഈ തുടർച്ചയായിട്ട് പൃഥ്വിരാജിൻ്റെ സിനിമകളിൽ വരിക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ എൻപുരാൻ വരെ വരികയാണ്. അപ്പോൾ ഇതൊരു സൗഹൃദത്തിൻ്റെയും കൂടെ ഒരു സാധ്യതയാണ്. ഇത് തുടർച്ചയായിട്ടെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ഒരാൾ എൻ്റെ അടുത്ത് ഇത് ചോദിച്ചു. അത് പൃഥ്വിരാജിൻ്റെ അല്ല, ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ കോമ്പിനേഷനിലൊരു പടമുണ്ട്, അതിൽ നിങ്ങളല്ലല്ലോ കണ്ടത്. ഞാൻ പറഞ്ഞു, ഞാനെന്താണ് അവിടുത്തെ കമ്പനി സ്റ്റാഫോ? അവർ സെലക്റ്റഡ് പ്രോജക്ട്സിന് എന്നെ വിളിക്കണം തോന്നുമ്പോൾ വിളിക്കും. അതിപ്പോൾ നേരെന്ന് പറഞ്ഞൊരു പടത്തിൽ കാണാതെ വരുമ്പം എന്താണ് പ്രശ്നം വല്ലതുണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിക്കല്ലേ. എല്ലാ ഫിലിം അതുമാതിരി പൃഥ്വിരാജിൻ്റെ കാര്യം, ഞാൻ ഇല്ലാത്ത എത്രയോ സിനിമ എൻ്റെ സുഹൃത്ത് ജെയ്ക്സ്, എനിക്കും പൃഥ്വിരാജിനും ഏറ്റവും ഇഷ്ടമുള്ള യങ്സ്റ്റേഴ്സ് കമ്പോസേഴ്സ് ജെയ്ക്സ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എല്ലാ പടങ്ങളും ഞാൻ അവിടെ നിർബന്ധമില്ല, സെലക്റ്റഡ് പ്രോജക്ട്സ്. പൃഥ്വി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പൃഥ്വി മനസ്സിൽ കണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് ആയിരിക്കും എന്നിലേക്ക് തരുന്നത്. പൃഥ്വിയുടെ പ്രൊഡക്ഷൻസിന്റെ എത്രയോ പടങ്ങൾ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യുന്നുണ്ട്. ഷാൻ ചെയ്തിട്ടുണ്ട്, ജെയ്ക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ആ തെറ്റിദ്ധാരണയല്ല, ആ ഒരു സൗഹൃദത്തിന്റെ എലമെന്റ് കൂടെ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പം ഞാൻ പക്ഷെ പുള്ളിയെടുത്ത് ചില സമയത്ത് സൗഹൃദത്തിന്റെ കാര്യം പറയുമ്പം പുള്ളി എന്നെ കറക്റ്റ് ചെയ്യും. സൗഹൃദമുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സൗഹൃദം ഓർത്തിട്ടല്ല, നിങ്ങൾ എന്നുള്ള വ്യക്തിയുടെ സംഗീതമാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും എനിക്ക് ഫസ്റ്റ് മ്യൂസിക്കാണ്. അപ്പം സൗഹൃദം ഓർത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മ്യൂസിക് എന്തെങ്കിലും കുറഞ്ഞു പോയാൽ സൗഹൃദത്തിന് എഫക്റ്റ് ചെയ്യും. പക്ഷെ മ്യൂസിക്കിനെ തന്നെ വിളിച്ചുകൊണ്ടിരുന്ന സൗഹൃദം എപ്പോഴും ഉണ്ട്. അപ്പം അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ചില സമയത്ത് എന്നെ വിളിക്കുന്നത് ഒരു പക്ഷേ എനിക്കൊരു പ്രോജക്റ്റ് തരാനാണോ എന്നുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് വേണ്ട, അത് നിങ്ങൾക്കേ ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് വളരെയധികം ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററുമാണ്. ഇറ്റ്സ് ഹാർട്ട് ഫില്ലിങ്. ഇടയ്ക്കെന്ന് ചോദിക്കാനുള്ളത്, ഈ ഉദിത് നാരായണനും ശങ്കർ മഹാദേവനും ഒക്കെ ഇവിടെ വന്ന് പാടുന്ന സമയത്തൊരു ഇത് ഇമ്പോർട്ടൻസ് കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഒരു കാലവും കൂടിയാണ്. അവരുടെ ഭാഷാ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു തെറ്റായിട്ട് കാണുകയോ ഇല്ലെങ്കിൽ മോശമാണെന്ന് പറയുന്ന കൂട്ടത്തിലല്ല നമ്മളുള്ളത്. അതുകൊണ്ടാണ് അവർ നിരന്തരമായിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ കൊണ്ട് പാടിക്കുന്ന സമയത്ത് ഈ പരുവത്തിലാക്കി എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ജോലി മ്യൂസിക് ഡയറക്ടേഴ്സ് നോക്കേണ്ടതുണ്ട്. അത് ചില സമയത്ത് ഇവർ ഈ അർത്ഥം അറിയാതെ പാടുന്നുണ്ട്. ചില സമയത്ത് അവരുടെ നല്ല എക്സ്പ്രഷൻസ് വരുന്നത് വാക്കുകൾ ചിലപ്പോൾ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ പാടിയത് കേൾക്കാൻ വളരെ രസമുണ്ടാവും. അങ്ങനത്തെ ടേക്ക് അറിയാതെ ഇട്ട് പോകുമ്പോഴാണ് ഈ തിരിച്ചടിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനത്തെ ടേക്ക് കണ്ടു കഴിഞ്ഞാൽ അവരെടുത്ത് തന്നെ പറയും, ഇത് ഉഗ്രൻ എക്സ്പ്രഷനാണ്, പക്ഷെ അതിലെ രാന്നായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ നാ അല്ല ഞാന്നായിരുന്നു വേണ്ടത്. അത് പറഞ്ഞിട്ട് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ, കാരണം ഈ സിംഗേഴ്സ് എല്ലാം അവർ പോലും അറിയാതെ ഒഴുകി പോകുന്നതാണ് ചില ടേക്സിൽ. അവരത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് കേട്ട് തിരിച്ചവരത് പഠിക്കാൻ നോക്കും, എന്താണ് ആ അബദ്ധത്തിൽ വന്നു പോയതാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ടേക്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. അതല്ലാതെ ചിലപ്പോൾ നമ്മൾ
ഇത് നല്ല ഉണ്ട്, ജനങ്ങൾ സഹിച്ചാൽ മതി എന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും. ഉം. ഉദിത് നാരായണൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരുന്നു. ഉം. ശങ്കർജിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ശങ്കർജി മ്യൂസിക് കമ്പോസറും കൂടി ആയതുകൊണ്ടാവാം ഉം. പുള്ളിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും.